ഹായ് ചങ്കുകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകട്ടെ. എന്നുവെച്ചാൽ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല. നമ്മളെ ഇപ്പോൾ വീട്ടിലുള്ള ചെറിയ കുറച്ച് ഐറ്റംസുകൾ നല്ല നിസ്സാര കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മളതുകൊണ്ട് ചിലവ് ചുരുക്കിയൊരു പ്ലം കേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എത്ര ഐറ്റംസ് ഉള്ളൂ നമ്മളെ കേക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ കേക്ക് ഉണ്ടാക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആദ്യ ഘട്ടം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ പഞ്ചസാര കാരമലാക്കണം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്താണ്. നമ്മൾ ചായയുടെ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ആ പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രം പഞ്ചസാര ഉണ്ട്. അതിൻ്റെ പകുതി നമുക്ക് എടുത്ത് കാരമലാക്കണം. നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിക്കാം നമുക്ക്. എന്നിട്ട് കാരമലാക്കാം. നമുക്ക് ഒരു ബ്രൗൺ കളർ വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് വലിയ സെറ്റപ്പിലൊന്നുമല്ല ചെയ്യണത്, ചെറിയ സെറ്റപ്പിൽ കേക്ക്. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നല്ല അടിപൊളി പഞ്ഞ് പോലത്തെ കേക്കാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഈന്തപ്പഴമോ മറ്റു കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള കേക്ക്. നമ്മുടെ പഞ്ചസാരൊക്കെ അതിനപ്പോൾ ലേശം വെള്ളം ഒഴിക്കുക. ആദ്യം ഒഴിക്കരുത്. ഒഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മുഖമൊക്കെ പോകും ചിലപ്പോൾ. ഗ്ലാസ്സിൽ നമ്മുടെ എടുത്ത ഗ്ലാസ്സിൽ അങ്ങനത്തെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതി. അങ്ങനത്തെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് തിക്കാവട്ടത്. കേക്ക് ഉണ്ടാക്കാൻ വലിയ പണിയാണ്, സിമ്പിൾ പരിപാടിയാണ്. ഞാനൊക്കെ ആദ്യം വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം വേണ്ട, ബട്ടർ പേപ്പർ വേണ്ട. ഞാനിപ്പോൾ ചോറ് കൊണ്ടുള്ള പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കി ഞങ്ങൾ. നമുക്ക് ഇനി കറുത്ത ഉണക്കമുന്തിരി അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഇടാം, അതിന് കണക്കൊന്നുമില്ല. ഫ്രൂട്ട്സിനൊക്കെ എത്ര വേണമെങ്കിലും ഇടാം നമുക്ക്. ഇപ്പോൾ ഫ്രൂട്ടി അതും കുറച്ചുള്ളൂ. നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ഇടാം നമുക്ക്. നമ്മളിപ്പോൾ ഒന്നും ഇട്ടില്ല, നമ്മൾക്കുള്ളതാണ്. നമ്മളൊരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, അത് നല്ലൊരു മണം കിട്ടും. ശരിക്കും പ്ലം കേക്കിൻ്റെ അതേ സ്മെല്ലൊക്കെ കിട്ടും. ചിലർ കേക്ക് ഉണ്ടാക്കുമ്പോൾ പട്ടയും ജാതിക്കൊക്കെ പൊടിച്ചിട്ട് കൂട്ടും. നമ്മളിപ്പോൾ ഗ്രാമ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നാലും നല്ല സ്മെല്ല്, നല്ല ഫ്ലേവറാണ്. നല്ല പ്ലം കേക്കിൻ്റെ അതേ ഇത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. അധികം വെള്ളമാവരുത്. ഇതിപ്പോൾ ഇനി ഇരിക്കുമ്പോൾ ഒന്ന് കട്ടയാകും. സാധനം ഒന്ന് സെറ്റായിട്ട് വരും. ആ പരുവത്തിൽ മതി നമുക്ക്. വെള്ളം കൂടിയ കേക്ക് കുളമാവും. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇതിലധികം ഫ്രൂട്ട്സ് ഇട്ട പിള്ളേർക്ക് ഇഷ്ടമല്ല, അതാണ് നമ്മൾ അധികം കുറച്ച്. നമുക്ക് ഇനി എടുത്ത് വെച്ച് ബാക്കി പഞ്ചസാര പൊടിച്ചെടുക്കുക. പഞ്ചസാര പൊടിച്ചെടുത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള 2 മുട്ട, 2 കോഴിമുട്ട. നമുക്ക് മെയിൻ ഐറ്റംസായി മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ. നമ്മൾ മൈദ ഒരു ഗ്ലാസ് മൈദ എടുത്താൽ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ അതൊരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണില്ല 1/4 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ളു ഉപ്പും എല്ലാം കൂട്ടി ഒന്ന് മിക്സാക്കി നമുക്കത് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം നമുക്ക്. എന്നാലും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ ചിലപ്പോൾ പല സ്ഥലത്തായിട്ട് കിടക്കും. അപ്പോൾ കേക്ക് ശരിയാവില്ല. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. നമുക്കിനി എടുത്ത് വെച്ചാൽ 2 കോഴിമുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്ററൊന്നുമില്ല, മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ എസൻസ് പൈനാപ്പിളിൻ്റെ എടുത്താണത്, മറ്റേ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ചിലർ വാനില എടുക്കും, നമ്മൾ പൈനാപ്പിളിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എടുത്താൽ മതി. അപ്പോൾ ഏത് എസൻസ് നമുക്ക് ഉപയോഗിക്കാം.
അത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര അതിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇനി ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം, വെളിച്ചെണ്ണ പാടില്ല. എല്ലാം കൂടി മിക്സാക്കി ഒന്നും കൂടി കൊണ്ടുവരാം ഒക്കെ അടിച്ചെടുത്ത്. അപ്പോൾ നമ്മളത് കാരമൽ തണുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സായി നമുക്ക് അതിനകത്ത് ഇനി 1 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്. നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ കേക്കിന് നല്ലൊരു സ്മെല്ല് വരുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ മൈദ കുറേശ്ശെ എടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം നന്നായിട്ട്. നമ്മളതിൽ ഇപ്പോൾ മിക്സ് ചെയ്യാൻ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല, നമ്മൾ തവി കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കണത്. ഇതൊക്കെ മതി. നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് കൂടുതൽ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സാധാരണ ഉണ്ടാക്കണവരുണ്ടാക്കാം, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണ പോലെ. നമ്മളങ്ങനെ മൈദ ഒരു 3 സ്റ്റെപ്പായിട്ട് ഇട്ട് ഇളക്കുക. ഒന്നിച്ചിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റുള്ള മൈദയിൽ ഒന്ന് മിക്സാക്കി നമുക്ക് അതും കൂടി ഞങ്ങൾ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാൻ വിചാരിച്ചത് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ച്. ഇത് എല്ലാവർക്കും പറ്റും. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അതിൽ കട്ടൊന്നും കുത്താൻ പാടില്ല. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾക്ക് ബീറ്ററോ മറ്റു സാധനങ്ങളൊന്നുമില്ല, വിസ്കൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാം നമുക്ക്. കണ്ട ഞാൻ പണിക്ക് പോകുമ്പോൾ ചോറ് മാത്രമാണ്. പിന്നെ പിള്ളേർ പഠിക്കാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കിൻ്റെ വയർലെസ് പേപ്പർ നമ്മൾ പാകത്തിന് കട്ട് ചെയ്തെടുക്കുക. കേക്ക് ഉണ്ടാക്കുന്ന ട്രേയും ബട്ടർ പേപ്പറൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ മതി കേക്ക് ഉണ്ടാക്കാൻ. നമുക്കിനി ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ ആക്കാം. നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ ചോറും പാത്രവും ഒരു പേപ്പറിൻ്റെ പീസും മതി. നമ്മളിപ്പോൾ സ്ഥിരം കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമില്ല, ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു പരിചയക്കുറവൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സൈഡൊക്കെ നമ്മുടെ പേപ്പർ വെച്ച് കവറാക്കുക. എന്നിട്ട് കേക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ തയ്യാറാക്കി വെച്ച കൂട്ട് നമുക്ക് അതൊക്കെ ഉണ്ടായി കട്ടിയുണ്ടോ. നമ്മൾ എടുത്ത ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും ഒക്കെ ഇതിൻ്റെ കണക്ക്. അതൊക്കെ കറക്റ്റാവും. വെള്ളം കൂടിപ്പോകരുത്. ഇപ്പോൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെ പോലെ ഇനി നമുക്ക് അതിനകത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം, ഒന്ന് തട്ടി ഒക്കെ റെഡിയാക്കി അതിനകത്ത് എയറൊക്കെ കളയാം, ബബിൾസ് കളയാം. അപ്പോൾ നമുക്ക് ഈർക്കിൽ ഉള്ളത് ഇപ്പോൾ ഈർക്കിലെടുത്ത് 2 വരയൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അണ്ടിപ്പരിപ്പ്, നമ്മൾക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ മുകളിലിടാൻ. കറുത്ത മുന്തിരിയുടെ ചക്കന് ഇഷ്ടമാവണില്ല, എന്നുവെച്ചാൽ കറുത്ത മുന്തിരി ഇഷ്ടമല്ല. നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രം എടുത്ത് ഒന്ന് ഡെക്കറേഷൻ. നമ്മളൊരു ചരുവം വെച്ചിട്ട്
ഒരു റിങ് എടുത്ത് വെച്ചാൽ നമ്മളിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി പാത്രം വയ്ക്കുന്ന റിങ്ങില്ലേ അത് നമുക്ക് ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. 10 മിനിറ്റ് ആയിട്ട് നമുക്ക് കേക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചാൽ മതി. കണ്ട ശരീരം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ തീയിൽ ഒരു 40-45 മിനിറ്റ് അത്രയുള്ള പരിപാടി. 45 മിനിറ്റായി തുറന്ന് നോക്കിയപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളി പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. സൂപ്പറായിട്ടില്ലേ? ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക. അടിപൊളി കേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കേക്ക് മുറിക്കുമ്പോൾ തന്നെ നോക്കിയാൽ നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കറക്റ്റ് സാധനങ്ങളായിരുന്നു.